ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് മൊഡ്യൂൾ 6-ലുള്ള കുറച്ച് ടോപ്പിക്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ എവല്യൂഷൻ ഓഫ് ദി എൻഡോക്രൈൻ സിസ്റ്റമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ഗ്ലാൻഡ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് ഹോർമോൺസ് ദാറ്റ് ദ ബോഡി യൂസ് ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് ഫങ്ഷൻസ്. അതായത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്താണ് സിഗ്നൽ മോളിക്യൂൾസ് ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഈ എൻഡോക്രൈൻ സിസ്റ്റമാണ് സെക്രീറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഹോർമോൺസ് എന്നാണ് ആ സിഗ്നലിംഗ് മോളിക്യൂൾസിൻ്റെ പേര് അല്ലെ, വിച്ച് ആക്ട് ത്രൂ ദ ബ്ലഡ് സ്ട്രീം അല്ലെ, ബ്ലഡ് വഴിയാണ് ഓരോ ഓർഗൻസിലും എത്തിയിട്ട് ഈ ഹോർമോൺസ് ആയിട്ട് ഫങ്ഷൻസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവോൾവ് ചെയ്തതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. It is likely that the vertebrate endocrine system evolved from bacterial signaling system that allowed bacteria to both perceive extra and intracellular signals. അപ്പോൾ നമ്മൾ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയൽ സിഗ്നലിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് വെർട്ടിബ്രേറ്റിൻ്റെ എൻഡോക്രൈൻ സിസ്റ്റം ഇവോൾവ് ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, primitive endocrine signaling likely arose from cells releasing chemical signals to communicate with neighboring cells. അപ്പോൾ പ്രിമിറ്റീവ് ആയിട്ടുള്ള എൻഡോക്രൈൻ സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ എങ്ങനെയാണ് കെമിക്കൽ സിഗ്നൽസ് റിലീസ് ചെയ്യുന്ന സെൽസിൽ നിന്ന്, അതുപോലെ തന്നെ എന്താണ് നെയ്ബറിങ് സെൽസിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഈ കെമിക്കൽസ് നെയ്ബറിങ് സെൽസിലേക്ക് സെക്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ പാരാക്രൈൻ സിഗ്നലിംഗ് വഴിയൊക്കെയാണ് പ്രിമിറ്റീവ് ആയിട്ടുള്ള എൻഡോക്രൈൻ സിസ്റ്റം വർക്ക് ചെയ്തിട്ടുള്ളത്. The nervous system coordinates rapid and precise response to stimuli using action potentials. നമുക്കറിയാം നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് കോർഡിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്റ്റിമുലൈ വഴിയാണ് അല്ലേ. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സ്റ്റിമുലൈ യൂസ് ചെയ്തിട്ടാണ് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. The endocrine system maintains homeostasis ആൻഡ് ലോങ് ടേം കൺട്രോൾ യൂസിങ് കെമിക്കൽ സിഗ്നൽസ്. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെയിനായിട്ട് എന്താണ്? കെമിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ്. ആ കെമിക്കൽ സിഗ്നൽസ് എന്ന് പറയുന്നത് കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യുന്ന സർട്ടൺ സെൽസ് കാണും. ആ സെൽസ് എന്ത് ചെയ്യും? നെയ്ബറിങ് സെൽസിലേക്ക് കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യും. അങ്ങനെ പാരാക്രൈൻ സിഗ്നലിംഗ് വഴി അത് പിന്നീട് എന്താണ് ഈ കെമിക്കൽസ് എന്താണ് ഈ കെമിക്കൽസ് ഈ സെക്രീറ്റ് ചെയ്യുന്ന സെൽസിൻ്റെ തന്നെ സർഫസിലുള്ള സെൽ സർഫസിലുള്ള റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട് വേറൊരു സിഗ്നലിംഗ് പാത്ത് വേ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്താണ് ഓട്ടോക്രൈൻ സിഗ്നലിംഗ് എന്നും പറയുന്നുണ്ട് അല്ലേ. അപ്പം പലതരത്തിലുള്ള സിഗ്നലിംഗ് പാത്ത് വേസ് വഴിയാണ് ഇത് സംഭവിച്ചത്. ഈ എൻഡോക്രൈൻ സിസ്റ്റം പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ദ മോസ്റ്റ് പ്രിമിറ്റീവ് എൻഡോക്രൈൻ സിസ്റ്റം സീം ടു ബി ദോസ് ഓഫ് ദ ന്യൂറോ സെക്രീറ്ററി ടൈപ്പ്. അപ്പം മോസ്റ്റ് പ്രിമിറ്റീവ് ആയിട്ടുള്ള എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ന്യൂറോ സെക്രീറ്ററി ടൈപ്പാണ്. അതെന്താണ് സംഭവിക്കുന്നത്? ന്യൂറോ സെക്രീറ്ററി സിസ്റ്റത്തിൽ മെയിനായിട്ടും നെർവസ് സിസ്റ്റം either secretes ന്യൂറോ ഹോർമോൺസ് ഡയറക്ട്ലി ടു ദ സർക്കുലേഷൻ ഓർ സ്റ്റോർസ് ഇൻ ദ ന്യൂറോ ഹെമറൽ ഓർഗൻസ്. അപ്പം ന്യൂറോ സെക്രീറ്ററി സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ന്യൂറോ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങോട്ടാണ്? ബ്ലഡ് സ്ട്രീമിലേക്ക് സെക്രീറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഈ ന്യൂറോ ഹോർമോൺസിനെ ന്യൂറോ ഹെർമൽ ഓർഗൻസിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം വിച്ച് ദേ ആർ റിലീസ്ഡ് ഇൻ ലാർജ് എമൗണ്ട്സ് ആസ് നീഡഡ്. സ്റ്റോർ ചെയ്തിട്ട് ഏത് ഓർഗൻസിലാണോ വേണ്ടത് അവിടെ എന്താണ് സെക്രീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഏത് സൈഡിലാണോ ഈ ന്യൂറോ ഹോർമോൺസ് ആവശ്യം വരുന്നത് അവിടെയൊക്കെ സെക്രീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ട്രൂ എൻഡോക്രൈൻ സിസ്റ്റംസ് ഇതെന്ന് പറയുന്നത് പ്രിമിറ്റീവ് എൻഡോക്രൈൻ സിസ്റ്റം ഇവോൾവ് ചെയ്തത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. പ്രിമിറ്റീവ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ന്യൂറോ സെക്രീറ്ററി ടൈപ്പാണ്. അത് മെയിനായിട്ട് എന്താണ് ന്യൂറോ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും, ബ്ലഡ് സ്ട്രീമിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നു. ഇനി അഥവാ അവിടെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു സൈറ്റിൽ അതിൻ്റെ ഫങ്ഷൻ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ടെമ്പററി ആയിട്ട് ന്യൂറോ ഹെമൽ ഓർഗൻസിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ, true endocrine glands probably evolved later in the evolutionary history of the animal kingdom as separate hormone secretory structures. അപ്പോൾ ഇപ്പോൾ കാണപ്പെടുന്ന ട്രൂ ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് പിന്നീട് അനിമൽസിൻ്റെ ഇവല്യൂഷണറി ഹിസ്റ്ററി എടുത്താൽ പിന്നീട് ഇവോൾവ് ചെയ്തതാണെന്നാണ് പറയുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഹോർമോൺ സെക്രീറ്ററി സ്ട്രക്ചേഴ്സ് ആയിട്ട് ഇവോൾവ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ,
From convergent evolution, similarities among the endocrine systems of crustaceans, arthropods, and vertebrates. The vertebrate endocrine system consists of glands and diffuse cell groups scattered in epithelial tissues. അപ്പം ഇത് പറയുന്നത്, അതായത് എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കൺവേർജൻ്റ് എവല്യൂഷൻ എന്നാണ് പറയുന്നത്. ആണ് കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. കൺവേർജൻ്റ് എവല്യൂഷൻ ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് എവല്യൂഷൻ ഓഫ് സിമിലർ ഫീച്ചേഴ്സ് ഇൻ സ്പീഷീസ് ഓഫ് ഡിഫറെൻറ്റ് പീരീഡ്സ് ഓർ എപ്പോക്സ് ഇൻ ടൈം. ഫങ്ഷണലി സിമിലർ ഫീച്ചേഴ്സ് ദാറ്റ് ഹാവ് അറൈസൺ ത്രൂ കൺവേർജൻ്റ് എവല്യൂഷൻ. അപ്പോൾ കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് എവല്യൂഷനാണ് അല്ലേ. സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓരോ സ്പീഷീസിലും ഇവോൾവ് ചെയ്യുന്ന ആ ഒരു എവല്യൂഷൻ പ്രോസസ്സിനെയാണ് കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. കൺവേർജൻ്റ് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്, ഫങ്ഷണലി സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഉണ്ടാകുന്നത്. പക്ഷേ എന്താണ്, അവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഫങ്ഷൻ ഏകദേശം സിമിലർ ആയിരിക്കും, പക്ഷേ അവരുടെ ഒറിജിൻ എന്ന് പറയുന്ന ഒരു ഇവോൾവ് ചെയ്ത ആ ഒറിജിൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം ഈ നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്രസ്റ്റേഷ്യൻസ് ആണെങ്കിലും ആർത്രോപോഡ്സിലാണെങ്കിലും വെർട്ടിബ്രേറ്റ്സിലാണെങ്കിലും അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും, പക്ഷേ അവർ ഒറിജിനേറ്റ് ചെയ്ത് അവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിൽ നിന്നായിരിക്കും അവർ ഒറിജിനേറ്റ് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, വെർട്ടിബ്രേറ്റ് എൻഡോക്രൈൻ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ട്, അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാൻഡ്സ് ഉണ്ട്. പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അഡ്രീനൽ എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് ഗ്ലാൻഡ്സ് ഉണ്ട്. ആൻഡ് ഡിഫ്യൂസ് സെൽ ഗ്രൂപ്പ്സ് സ്കാറ്റേർഡ് ഇൻ എപ്പിത്തീലിയൽ ടിഷ്യൂസ്. Endocrine glands arise during development for all three embryonic tissues. അതുപോലെ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡ് അറൈസ് ചെയ്യാൻ തുടങ്ങിയത് ഈ 3 എംബ്രിയോണിക് ടിഷ്യൂ ഉണ്ടല്ലോ, 3 ജേം ലെയേഴ്സ് ഫോം ചെയ്ത ആ ഒരു സമയത്താണെന്നാണ് പറയുന്നത്. അതായത് എൻഡോഡേം, മീസോഡേം, എക്ടോഡേം, അതായത് വെർട്ടിബ്രേറ്റ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഗ്രൂപ്പായിട്ടുള്ള ഓർഗാനിസംസ് ഇവോൾവ് ചെയ്ത സമയത്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഫോം ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. ദ ടൈപ്പ് ഓഫ് എൻഡോക്രൈൻ പ്രോഡക്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ വിച്ച് ടിഷ്യൂ ലെയർ എ ഗ്ലാൻഡ് ഒറിജിനേറ്റഡ് ഇൻ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് എൻഡോക്രൈൻ പ്രോഡക്റ്റ് ആണ് എന്നതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, ഏത് ടിഷ്യൂ അല്ലെങ്കിൽ ഏത് ഗ്ലാൻഡിലാണ് ആ ഒരു എൻഡോക്രൈൻ പ്രോഡക്റ്റ് ഒറിജിനേറ്റ് ചെയ്തതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഗ്ലാൻഡ്സ് ഓഫ് എക്ടോഡേർമൽ ആൻഡ് എൻഡോഡേർമൽ ഒറിജിൻ എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം പെപ്റ്റൈഡ് ഹോർമോൺസും ഉണ്ട്, പിന്നെന്താണ് ലിപ്പിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഹോർമോൺസും ഉണ്ട് അല്ലേ. അപ്പം ഈ പെപ്റ്റൈഡും അതുപോലെ തന്നെ അമീൻ ഹോർമോൺസും എന്ന് പറയുന്നത് എന്താണ്, ഗ്ലാൻഡ്സ് ഓഫ് എക്ടോഡേർമൽ ആൻഡ് എൻഡോഡേർമൽ ഒറിജിനാണ്. അതുപോലെ മീസോഡേർമൽ ഒറിജിൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്, ലിപ്പിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഹോർമോൺസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡിഫറൻസ്. അപ്പോൾ ഏത് തരത്തിലുള്ള എൻഡോക്രൈൻ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്തതെന്ന് എന്നുള്ളത് ഏത് ഗ്ലാൻഡിലാണ് ഈ പ്രോഡക്റ്റ് ഒറിജിനേറ്റ് ചെയ്തതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെപ്റ്റൈഡ് ആൻഡ് അമീൻ ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഗ്ലാൻഡ്സ് ഓഫ് എക്ടോഡേർമൽ ആൻഡ് എൻഡോഡേർമൽ ഒറിജിൻ. ഓൾസോ the hormone based on lipids are formed in the mesodermal origin glands. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ എന്താണ് എൻഡോക്രൈൻ എവല്യൂഷൻ എന്ന് പറയുന്നത്. കുറച്ചൊരു ടോപ്പിക്കേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ന്യൂറൽ ഇൻറ്റഗ്രേഷൻ. ഇപ്പോൾ ന്യൂറൽ ഇൻറ്റഗ്രേഷൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററി എന്താണെന്ന്, എവല്യൂഷൻ എന്താണെന്ന്. ഓക്കെ, early theories on the evolutionary origin of the nervous system argued for 3-stage process. അപ്പം ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ എവല്യൂഷൻ പറയുന്ന കുറച്ച് തിയറീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏർലി തിയറീസ് പറയുന്നത് 3-staged പ്രോസസ്സ് എന്നാണ് പറയുന്നത്, പക്ഷെ അത് നോ ലോങ്ങർ വാലിഡ് അല്ല. എന്നാലും നമുക്ക് നോക്കാം. ഫസ്റ്റ്, ദ ഡെവലപ്മെൻറ്റ് ഓഫ് നോൺ നെർവസ് ഇൻഡിപെൻഡൻറ്റ് എഫക്റ്റേഴ്സ് സച്ച് ആസ് മസിൽ സെൽസ്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, അപ്പിയറൻസ് ഓഫ് നോൺ നെർവസ് റിസപ്റ്റേഴ്സ് റെസ്പോണ്ടിങ് ടു സർട്ടൻ മൊഡാലിറ്റീസ് ഇൻ എ റിസപ്റ്റർ എഫക്റ്റർ മെക്കാനിസം. ഫസ്റ്റ് എന്താണ് ഡെവലപ്പ് ചെയ്തത്, നോൺ നെർവസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് സച്ച് മസിൽ സെൽസ് ഒക്കെയാണ് ഫോം ചെയ്തത്. പിന്നീട് എന്താണ്, അപ്പിയറൻസ് ഓഫ് നോൺ നെർവസ് റിസപ്റ്റേഴ്സ് റെസ്പോണ്ടിങ് ടു സർട്ടൻ മൊഡാലിറ്റീസ് ഇൻ എ റിസപ്റ്റർ എഫക്റ്റർ മെക്കാനിസം. ഫൈനലി ഫോം ചെയ്തതാണ് പ്രോട്ടോന്യൂറോൺ. പിന്നീടാണ് പ്രോട്ടോന്യൂറോൺ ഫോം ചെയ്തത്, ഫ്രം വിച്ച് പ്രിമിറ്റീവ് നെർവ്സ് ആൻഡ് ഗാംഗ്ലിയാസ് ആൻഡ് ഇവോൾഡ്.
അപ്പോൾ ഈ പ്രോട്ടോ ന്യൂറോണിൽ നിന്നാണ് പ്രിമിറ്റീവായിട്ടുള്ള നെർവും ഗാംഗ്ലിയാസും ഒക്കെ ഫോം ചെയ്തെന്നാണ് പറയുന്നത്. ബട്ട് ഈ ഒരു തിയറി എന്ന് പറഞ്ഞാൽ നോ ലോങ്ങർ വാലിഡ് അല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ in primitive system there appear to be many examples of non-nervous electrical conduction. അപ്പോൾ primitive സിസ്റ്റത്തിലാണെങ്കിൽ ഒരുപാട് എന്താണ് നോൺ നെർവസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഉണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ലാർജ് ഏരിയാസ് ഓഫ് എപ്പിത്തീലിയൽ കവറിംഗ് ദ സ്വിമ്മിംഗ് ബെൽസ് ഇൻ ദ ഹൈഡ്രോസോൺ ഓർഡർ സിഫനോഫോറ ഒരു ജെല്ലിഫിഷ് ആണ്, വിച്ച് കണ്ടെയ്ൻസ് നെയ്തർ നെർവ് നോർ മസിൽ എറ്റ് ഡീപോളറൈസിംഗ് പൊട്ടൻഷ്യൽസ് ബിറ്റ്വീൻ സെൽസ് ഓഫ് ദി എപ്പിത്തീലിയം ഹാവ് ബീൻ റെക്കോർഡഡ്. അപ്പം ഈ പറഞ്ഞല്ലോ ഫസ്റ്റ് മസിൽ സെൽസ് ആണ് ഫോം ചെയ്തത്, പിന്നീട് എന്താണ് നോൺ നെർവസ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടായി, പിന്നീടാണ് പ്രോട്ടോ ന്യൂറോണിൽ നിന്ന് നെർവസ് അഥവാ നെർവ്സ് അഥവാ ഗാംഗ്ലിയ ഇവോൾവ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ ഒരു ഇതിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ജെല്ലി ഫിഷാണ് അതിന് മെയിൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കാണപ്പെടുന്നില്ല, അവർക്ക് നെർവോ മസിൽ സെൽസോ ഒന്നുമില്ല. ബട്ട് എന്നിരുന്നാലും എന്താണ് ഡീപോളറൈസിങ് പൊട്ടൻഷ്യൽ ഉണ്ട് ബിറ്റ്വീൻ സെൽസ് ഓഫ് എപ്പിത്തീലിയം. അപ്പം എപ്പിത്തീലിയൽ സെൽസിന് ബിറ്റ്വീൻ എന്തുകൊണ്ട് ഡീപോളറേഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന തിയറി എന്ന് പറയുന്നത് ഇൻവാലിഡ് ആണ്. ഓക്കെ, പിന്നീട് പറയുന്നത് എവല്യൂഷൻ ഓഫ് നെർവസ് സിസ്റ്റം ഡേറ്റ്സ് ബാക്ക് ടു ദ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ഇൻ ആനിമൽസ്. അപ്പോൾ ഫസ്റ്റ് മെറ്റാസോയിൻസിലാണ് നമുക്ക് മെയിനായിട്ട് എന്താണ് നെർവസ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ഫസ്റ്റായിട്ട് കാണപ്പെടുന്നത്. ന്യൂറോൺസ് ഡെവലപ്ഡ് ആസ് സ്പെഷ്യലൈസ്ഡ് ഇലക്ട്രിക്കൽ സിഗ്നലിംഗ് സെൽസ് ഇൻ മൾട്ടി സെല്ലുലാർ അനിമൽസ് എടുക്കുകയാണെങ്കിൽ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നലിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസാണ് അല്ലേ. ഒബ്വിയസ്ലി ആണല്ലോ, ആക്ഷൻ പൊട്ടൻഷ്യൽ വഴിയാണ് അവരുടെ എന്ത് നടക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പൾസ് വഴിയാണ് നമുക്കവിടെ സിഗ്നലിംഗ് നടക്കുന്നത്. Animals adapting the mechanism of action potentials present in motile single-celled and colonial eukaryotes. മെയിനായിട്ടും കൊളോണിയൽ യൂക്കാരിയോട്സിൽ നിന്നും അഡാപ്റ്റ് ചെയ്ത ഒരു ഫീച്ചറായിട്ടാണ് പറയുന്നത്. Many primitive systems like those found in complex protozoa use non-electrical signaling for motility and other aspects necessary for survival. അപ്പോൾ നമുക്കറിയാം പ്രോട്ടോസോൺസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് നോൺ ഇലക്ട്രിക്കൽ സിഗ്നലിംഗ് ആണ് അവർക്ക് മെയിനായിട്ട് എന്താണ് അവരുടെ മോട്ടിലിറ്റിക്കും അതർ ഫങ്ഷൻസിനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഡേറ്റ സജസ്റ്റ് ദാറ്റ് ദീസ് സിസ്റ്റംസ് വിച്ച് യൂസ് എ കെമിക്കൽ ഗ്രേഡിയൻറ്റ് ഫോർ മെസ്സേജിങ് ഇവോൾവ്ഡ് ഇൻ ടു ദ ഇലക്ട്രിക്കൽ സിഗ്നലിംഗ് സെൽസ് നോൺ ടുഡേ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഡേറ്റ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കെമിക്കൽ ഗ്രേഡിയൻറ്റ് അല്ലേ, ഈ മെസ്സേജസിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ അല്ലെങ്കിൽ കെമിക്കൽ സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ് ഈ കെമിക്കൽ സിഗ്നലിൽ നിന്നാണ് ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഇവോൾവ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. Many investigators suspect that neurons originated from endothelial secretory cells that could secrete chemical substances, respond to stimulation and conduct impulses. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിൽ നിന്ന് സിഗ്നലിംഗ് മോളിക്യൂൾസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിൽ നിന്നാണ് എന്ത് ഇവോൾവ് ചെയ്യുന്നതാണ് പറയുന്നത്, ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഇവോൾവ് ചെയ്ത്, ദാറ്റ് ഈസ് നെർവസ് സെൽസ് ഇവോൾവ് ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അത് മെയിനായിട്ട് എന്താണ് ഒറിജിനേറ്റ് ചെയ്തത് എൻഡോത്തീലിയൽ സെക്രീറ്ററി സെൽസിൽ നിന്നാണ് പറയുന്നത്. സ്പെഷ്യലൈസേഷൻ മേ then have brought about an outer receptor surface and an inner conducting fiber. In fact, neurosecretory cells can propagate action potentials and many neurons secrete chemical substances called neurohormones. അപ്പോൾ ന്യൂറോസെക്രീറ്ററി സെൽസിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു എന്തിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, ആക്ഷൻ പൊട്ടൻഷ്യലിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ന്യൂറോൺസ് സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ന്യൂറോ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാൻ പറ്റും, വിച്ച് ഇൻഫ്ലുവൻസ് പ്രിമിറ്റീവിലാണ് പറയുന്നത്, വിച്ച് ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ആൻഡ് റീജനറേഷൻ ഓഫ് സെൽസ് അറ്റ് അതർ സൈഡ്സ് ഓഫ് ദി ബോഡി. അപ്പോൾ ഈ ന്യൂറോ ഹോർമോൺസും അതുപോലെ ന്യൂറോ സെക്രീറ്ററി സെൽസുമാണ് നമ്മുടെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ എന്തിനു സാധ്യമാകിയത്, ഈ ആക്ഷൻ പൊട്ടൻഷ്യലിനും അവൻ്റെ ഗ്രോത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്തെന്നാണ് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്.
some researchers suggest that neurons may have first appeared as neurosecretory growth regulating cells in which elongated process were later adapted to rapid conduction and chemical transmission by release of neurotransmitters at their endings. അപ്പം ഇതെന്ന് പറഞ്ഞാൽ വളരെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരുപാട് സയൻറ്റിസ്റ്റുമാർ സജസ്റ്റ് ചെയ്ത കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കെമിക്കൽ സെക്രിയേറ്റ് ചെയ്യുന്ന സെൽസിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ടാണ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് സെക്രിയേറ്റ് ചെയ്യുന്ന സെൽസ് ഉണ്ടായെന്ന് പറയപ്പെടുന്നു. മറ്റു ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറയുന്നത് എന്താണ്, ന്യൂറോ സെക്രിയേറ്ററി സെൽസിൽ നിന്നാണ് ന്യൂറോ സെക്രിയേറ്ററി ഗ്രോത്ത് റെഗുലേറ്റിംഗ് സെൽസിൽ നിന്ന് പിന്നീട് അഡാപ്റ്റ് ചെയ്തിട്ട് റാപ്പിഡ് കണ്ടക്ഷൻ അതുപോലെ തന്നെ കെമിക്കൽ ട്രാൻസ്മിഷനും സാധ്യമായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഫോം ചെയ്തെന്നാണ് പറയുന്നത്. There is an amazing consistency in neurotransmitters present in different organisms of a given phylum, although different phyla may show striking differences. അപ്പം ഡിഫറെൻറ്റ് ഫൈലയിൽ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ആണല്ലോ, സൈലൻറ്റ് ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. എന്നാൽ പോലും ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഈ അക്രോസ് ദ ഫൈലം ഒരുപാട് കൺസിസ്റ്റൻസി നിലനിർത്തുന്നുണ്ട്. Thus, in vertebrate, including fishes, amphibians, reptiles, birds, and mammals, the motor neurons are always cholinergic. ഓക്കെ, അപ്പം ഈ പറയുന്ന വെർട്ടിബ്രേറ്റ് ഗ്രൂപ്പ് എടുക്കുവാണെങ്കിൽ ഡിഫറെൻറ്റ് ഫൈലത്തിലാണല്ലോ കാണപ്പെടുന്നത്. ഇവരെടുക്കുവാണെങ്കിൽ ഇവരുടെ മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത് എപ്പോഴും കോളിനർജിക് ആയിരിക്കും. കോളിനർജിക് എന്ന് പറയുന്നത് എന്താണ്, ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിച്ച് സെക്രീറ്റ് അസറ്റൈൽ കോളിനാണ് കോളിനർജിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആർത്രോപോഡ്സിനെ എടുക്കുകയാണെങ്കിൽ ദേ ആർ നോട്ട് കോളിജനിക്. ഓക്കെ, ഓൾദോ the sensory neurons do secrete acetylcholine, the number of non-neurotransmitters in the animal kingdom is small, and their presence in more primitive organisms as well as in nervous systems of later vertebrates show a striking conservation of these substances throughout the evolution. അപ്പോൾ നമ്മൾ ആർത്രോപോഡ്സിനെ എടുക്കുകയാണെങ്കിൽ അവർ മെയിനായിട്ട് അവർ കോളിജനിക് അല്ലേ, കോളിജനിക് അല്ലെന്ന് പറയുമ്പോൾ അസറ്റൈൽ കോളൈനെ അല്ല അവർ റിലീസ് ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടി ഒരുപാട് ഈ ന്യൂറോസ് ട്രാൻസ്മിറ്റേഴ്സ് അവരുടെ കിങ്ഡത്തിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അക്രോസ് ദ ഫൈല കൺസേർവ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അവർ ഈ വെർട്ടിബ്രേറ്റ് സെക്രീറ്റ് ചെയ്യുന്ന അതേ സബ്സ്റ്റൻസ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, if later organisms evolved from single-celled ancestors, then there must have been some system for the transmission of information from one evolutionary stage to next. അപ്പോൾ നമ്മളെല്ലാം വിശ്വസിക്കുന്നത് സിംഗിൾ സെൽഡ് ആൻസിസ്റ്റേഴ്സിൽ നിന്നാണ് നമ്മളെല്ലാം ഇവോൾവ് ചെയ്തതാണ്. അപ്പോൾ there will be ഈ ഒരു സിംഗിൾ സെൽഡ് സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു സെല്ലിൽ നിന്ന് ഓർഗാനിസത്തിന് സിഗ്നലിങ്ങിന് വേണ്ടിയിട്ട് സർട്ടൻ മോളിക്യൂൾസ് കാണും. അതെന്തായിരിക്കണമെന്നില്ല, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആവണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും സർട്ടൻ കൈൻഡ്സ് ഓഫ് മോളിക്യൂൾസ് കാണും. അതെന്ന് പറയുന്നത് അതിന് ഓരോ പ്രാവശ്യം ഇവല്യൂഷൻ സംഭവിച്ച് നെക്സ്റ്റ് സ്റ്റേജിലെത്തിയപ്പോഴത്തേക്ക് മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ ആയിരിക്കാം ഇപ്പോൾ കാണപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അഥവാ നെർവ് സെൽസ് എന്ന് പറയുന്നത് ഫോം ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അക്സെപ്റ്റിംഗ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഏതാണ്? നമുക്ക് ഏറ്റവും അക്സെപ്റ്റിംഗ് ആയിട്ട് പറയാൻ പറ്റുന്നത് നമ്മൾ ഈ കെമിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിൽ നിന്നായിരിക്കാം ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നെർവ് സെൽസ് ഫോം ചെയ്തതെന്ന് പറയാം. അതുപോലെ തന്നെ ഈ എൻഡോത്തീലിയൽ സെക്രീറ്ററി സെൽസിൽ നിന്നാണ് ഈ ന്യൂറോൺസ് ഫോം ചെയ്യുന്നതും പറയുന്നുണ്ട്. കാരണം ഈ എൻഡോത്തീലിയൽ സെൽസിന് കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ അവർക്ക് സ്റ്റിമുലേഷനും ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യാനും ഒക്കെ ഉള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെന്താണ് ഇവരുടെ ഈ സ്പെഷ്യലൈസേഷൻ ഓരോ അഡ്വാൻസ്ഡ് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാൻസിൽ എത്തുമ്പോഴേക്കും അവരുടെ റിസപ്റ്ററും അതുപോലെ തന്നെ അത് റിസീവ് ചെയ്യുന്ന സെൽസും ഒക്കെ തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കാണും. അപ്പോൾ അതിന് അത്തരത്തിലുള്ള നെർവസ്
സെൽസും നെർവ് സെൽസ് ഫോം ചെയ്ത് കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എവല്യൂഷൻ ഓഫ് നെർവസ് സിസ്റ്റത്തെ പറ്റി പറയാനുള്ളത്. ഇതെന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ ഒരു പ്രോപ്പറായിട്ടൊരു മെക്കാനിസം പറയുന്നില്ല, എന്നാലും കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ആണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.